ഒരു നല്ല ആമേനെന്ന് പറയാമോ? പാപത്തെ മനുഷ്യർ കാണുന്നത് വലിയ ലാഘവ ബുദ്ധിയോടെയാണ്. പണ്ടൊക്കെ നമുക്ക് സ്ലേറ്റും കല്ലുപെൻസിലും ഉണ്ടായിരുന്നു, ഇന്നതില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ദൈവമേ, ആ സ്ലേറ്റയിലെ കല്ലുപെൻസിൽ കൊണ്ട് എഴുതിയ ആ കാലം എന്തൊരു കാലമായിരുന്നു. അന്നൊക്കെ സ്ലേറ്റേൽ കല്ലുപെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ ചില അമ്മമാര് മോളോട് പറയും, 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ, മോളൊന്ന് ആ എഴുതിക്കേ, കുഞ്ഞാണെന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞ സ്ലേറ്റേൽ ഇങ്ങനെ എഴുതുക. എഴുതി അവസാനിപ്പിക്കുമ്പോൾ അറിയാവുന്ന അമ്മയ്ക്ക് മനസ്സിലാകുന്നതല്ല, അല്ല വേറെ ഏതാണ്ട്. ഉടനെ അമ്മ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയും, അയ്യോ എൻ്റെ പൊന്നുമോളെ, ഭേബ മോളെ, ഇത്രയും നാള് സ്കൂളിൽ പഠിക്കാൻ പോയിട്ടും എഴുതാൻ പഠിച്ചില്ലേ? മുൻചുണ്ടിക്കാരി കുഞ്ഞിനുണ്ടോ അത് സഹിക്കുന്നു. അതല്പം തുപ്പല കൈവെള്ളയിലോട്ട് തെറിപ്പിച്ചിട്ട് തെറ്റിയ ആയുടെ പുറത്തുകൂടെ മെല്ലെ ആ കൈ ഓടിക്കുമ്പോൾ സ്ലേറ്റെ കല്ലുപെൻസിൽ കൊണ്ട് എഴുതി മാഞ്ഞു പോകുമായിരുന്നു. മനുഷ്യര് പാപത്തെ ഇങ്ങനെ കാണുന്നത്, സ്ലേറ്റ് കല്ലുപെൻസിൽ കൊണ്ട് എഴുതി പിന്നെ മായ്ച്ചു കളയാൻ പറ്റുന്ന പരുവത്തിലാണ് മനുഷ്യൻ പാപത്തെ കാണുന്നത്. എന്നാൽ ഇന്ന് രാത്രി സുവിശേഷത്തിൻ്റെ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുകയാണ്. പാപം കളിയല്ല, പാപം തമാശല്ല, പാപം നേരം പോക്കല്ല, പാപം സമയം കൊല്ലി അല്ല. പാപത്തെ ഗൗരവമായി കാണുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. ദൈവം പാപത്തെ കാണുന്നത് പോലെ പാപത്തെ കാണാൻ കൃപ തരണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി